ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വൈകിട്ട് ചപ്പാത്തിയും പനീർ കറിയും ഉണ്ടാക്കുന്നത്. പനീർ ഇവിടെ എടുത്തു വെച്ചു, അത് കറി വെക്കണം. ചപ്പാത്തി ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുക. എല്ലാവരും വൈകിട്ടത്തൊക്കെ കഴിച്ചോ? ഓക്കെ, നമുക്ക് പനീർ കറി ഉണ്ടാക്കാം. ഗുഡ് നൈറ്റ്. പനീർ കഴുകിയെടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കും. ഇത് പൊടിയാതിരിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ശേഷം നമുക്ക് വെജിറ്റബിൾ എല്ലാം ഒന്ന് വഴറ്റിയെടുത്ത് അരച്ചെടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. 2 മിനിറ്റായി മതി. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ട് കോരിയെടുക്കും. വെജിറ്റബിൾ എല്ലാം വഴന്നു കഴിഞ്ഞ് നമുക്ക് പൊടികളിടാം. 2 സവാള, 1 തക്കാളി, 1 ക്യാരറ്റ്, ഇത്ര സാധനമാണ് ഞാൻ വഴറ്റിയത് വെളിച്ചെണ്ണയ്ക്കകത്ത്. ഇനിയും മുളക് പൊടി 1 ടീസ്പൂൺ, ആവശ്യത്തിന് എരിവെടുക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഗരം മസാല ഇടേണ്ടത്. ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മീറ്റ് മസാല ഇടുക, കുറച്ച്. ഇനി കുരുമുളക് പൊടി കൂടെ ഇടണം. ലാസ്റ്റ് കുരുമുളക് ഇട്ടാൽ മതി. ഇത് 2-3 കശുവണ്ടി ഇതുകൂടെ ചേർത്ത് വഴറ്റിയിട്ട് നമുക്കിത് അരച്ച് കൊണ്ടുവരാം. നല്ല പേസ്റ്റായിട്ടിരിക്കാൻ വേണ്ടി നമുക്കിത് അരയ്ക്കണം. ഇത് അരച്ച് കൊണ്ടുവരാം. വഴറ്റിയ വെജിറ്റബിൾ ഞാൻ അരച്ച് കൊണ്ടുവന്നു. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. കാശ്മീരി മുളക് പൊടി ഇടുവാണെങ്കിൽ നല്ല കളർ കിട്ടും. ഇത് എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതൊന്ന് തിളയ്ക്കണം. നമുക്കിനി ആ പനീറും കൂടെ ഇട്ട് ഫ്രൈ ചെയ്ത് വെച്ച പനീറും കൂടി ഇട്ടൊന്ന് തിളപ്പിച്ചാൽ നമ്മുടെ പനീർ കറി ഇവിടെ റെഡിയായി. ഇതൊന്ന് തിളയ്ക്കട്ടെ. പനീർ മസാല ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുതീയിലൊരു 2 മിനിറ്റ് തിളച്ചാൽ മതി. കുറച്ച് കറിവേപ്പില ഇടാം. നമ്മൾ ചപ്പാത്തിക്ക് ഇന്ന് പനീർ കറി സൂപ്പർ ടേസ്റ്റായിട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഗരം മസാല ശരിക്കും ഇടേണ്ട. ഗരം മസാല ഇല്ലായിരുന്നു. ഞാൻ മീറ്റ് മസാല ചേർത്തു. അപ്പം ഓരോരുത്തരുടെ എരിവനുസരിച്ച് എല്ലാ ചേരുവയും ചേർക്കണം. നമുക്കിനി ചപ്പാത്തിക്കൊപ്പം സെർവ് ചെയ്യാം. പനീർ മസാല ഇവിടെ റെഡിയായി. നമുക്ക് മൂടി വയ്ക്കാം. ഇത് ഇരിക്കുമ്പോൾ കുറേ കൂടെ കുറുകും. ഇപ്പം തന്നെ കുറുകിയിരിക്കുന്നു. നമുക്കിനി ചപ്പാത്തിക്ക് സെർവ് ചെയ്യാം.
ചപ്പാത്തിയും പനീർ മസാലയും ഇവിടെ റെഡിയായി. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യൂ. ഓക്കെ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.